കിച്ചൺ, അമ്മയില്ലാത്ത കിച്ചൺ. അതിന്റെ കാര്യം ഇതാ, ഇലയുടെ തുമ്പ് അവിടെയാ വരുന്നത്, അവിടെ സ്ഥലവും കുറവാ. വിഷു സമ്പൽ സമൃദ്ധിയുടെ ഒരു ഓർമ്മയാണ്. നമ്മളും ഹിന്ദു സഹോദരന്മാരോടൊപ്പം ചേർന്ന് അതിൽ പങ്കുകൊള്ളുകയാണ്. കണ്ണ് തുറക്കുന്ന വഴി അവർ കാണുന്നത് ഇങ്ങനെയുള്ള ഐശ്വര്യത്തിന്റെ പ്രതീകമായ. അപ്പയ്ക്ക് പപ്പടവും വേണ്ട, പഴവും വേണ്ട, ഓൺലി പായസം. 3 പേരും 3 ഇഷ്ടങ്ങളുടെ പിന്നാലെ. എങ്ങനെയുണ്ട് പരിപ്പ് പായസം? നിങ്ങൾ ഇങ്ങനെ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയണേ. പഴഞ്ചേർക്കുന്ന ഇഷ്ടമല്ല, പപ്പടവും പായസം കൂടി നല്ല രസമാണ് പപ്പടം പഴം പായസം. ഞാൻ വളരെ ലേറ്റ് ആയിട്ട് റിയലൈസ് ചെയ്ത ഒരു കോമ്പിനേഷൻ ആണ്. എപ്പോഴും ഇവളോട് പറയും ആ ഒരു അതൃപ്തി മാത്രമേ എനിക്ക് പരിപ്പിനോടുള്ളൂ. എല്ലാവർക്കും ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ ഒരു വിഷു ആശംസിക്കുന്നു ആദ്യം തന്നെ കേട്ടോ. അപ്പോൾ വിഷു ദിവസം ആയതുകൊണ്ട് തന്നെ ഇതുപോലെ കുറച്ച് മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളിലൂടെ തന്നെ വീഡിയോ ആരംഭിക്കാമെന്ന് കരുതി. അപ്പോൾ എല്ലാവരുടെ ജീവിതത്തിലും ഇതുപോലെ കൊന്നപ്പൂക്കൾ പോലെ മനോഹരമായിട്ടുള്ള ദിവസങ്ങൾ വരും ദിനങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ടും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. ഇന്ന് വിഷു ദിവസം ഉച്ചയ്ക്ക് 12:15 കേട്ടോ. നമുക്ക് ഒരു പണി ചെയ്യാൻ പോവാം. ഇവിടെ സംഗതികളൊക്കെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. കിച്ചൺ, അമ്മയില്ലാത്ത കിച്ചൺ. അമ്മ ഇവിടെ ഉണ്ട്, പക്ഷെ കിച്ചണിലല്ലാന്ന് മാത്രം. പുറത്തേക്ക് പോയി എന്നൊക്കെ പറയണ്ടേ, എന്താന്ന് നോക്കാം കേട്ടോ. നമുക്ക് ഇല വെട്ടാൻ പോയത് അമ്മ. ഓ, വെയിലായ ഇല പൊട്ടുമല്ലേ? പരപര വിളക്കുമ്പോഴാണെങ്കിൽ വെയിൽ ഉദിക്കുന്നതിന് മുമ്പ് വെട്ടണം. വാഴയില വെട്ടാൻ നോക്കാം. വെട്ടാൻ അങ്ങ് ഇറങ്ങാൻ പോലും തോന്നണില്ല, വെയിൽ. കിളികളൊക്കെ ഉണർന്നു. വിഷു കിളികൾ. ഓ, ചക്ക കണ്ടമാനം ഉണ്ടായിട്ടുണ്ടല്ലോ. അത് എന്നാന്ന് വെച്ചാൽ അതാ കുഴപ്പ്ളവലയാ. തവണ വെയിലേറടിക്കണോണ്ടേ ആ ഭാഗം മൊത്തം അല്ലേ. അതെ 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 അതെ. അത് എന്നാന്ന് വെച്ചാൽ കിളികൾ ഉണർന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വാഴത്തോപ്പിൽ ചെറിയ ഷെയ്ഡുള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതിലൊക്കെ ഇരിപ്പാന്ന് തോന്നണം. അറിയില്ല, ചൂടിന്റെ കാഠിന്യം കൊണ്ടേ. അതെ 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 അതെ. ഞാൻ നോക്കട്ടെ കേട്ടോ, വാഴ ഇല നോക്കണതാ, പൊട്ടാത്ത ഇലകൾ നോക്കണം. അതാ നോക്കണേ ഇവിടെ ഓരോന്ന്. ഇവിടെ നല്ല തണലുണ്ട്. അവിടെ തണൽ വാഴ അടുത്ത് നിൽക്കണോണ്ടാ. അത് ഈ ഒരു ഇലയിൽ കുഴപ്പമില്ല, ഉണ്ടെന്നേ അതിന്റെ അറ്റം നോക്കാം. പൊട്ടിയിട്ടുണ്ട്. ഞാനിതാ ഈ ഓരോന്നും നോക്കണത്. ഇവിടെയൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ പൊട്ടി. ഇഷ്ടം പോലെ ഇല നന്നായിട്ട് നിൽപ്പുണ്ട്, പക്ഷെ അരിയൊക്കെ തുറന്നു കൊടുത്തേച്ച് വരാവോ? ചെല്ലേ, ഞാൻ എല്ലാം നോക്കി വയ്ക്കാം നേരത്തേക്ക്. വെട്ടുവാണേ. വെട്ടട്ടെ? ഒന്ന് പിടിച്ചോ, കാരണം ഇല വളരെ കുറവാണ്, പൊട്ടാത്ത ഇലകളങ്ങനെ. ഇതും ചെറുതാ. ഇനി ഇവിടെ തന്നെ ഒരെണ്ണം കൂടെ വെട്ടുവാട്ടോ. ചോറുപ്പ് അളിഞ്ഞു പോയോന്ന് അറിയാൻ പറ്റും. ഇച്ചിരി നീളം കൂടുതലേ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. അല്ല, അവിടെ ഒരെണ്ണമുണ്ട്. അതുകൊണ്ട് വാഴ ഇവിടെ നിൽക്കണ കാരണം നല്ലൊരു ഷെയ്ഡുണ്ട് നമുക്ക്. ഇതിൽ ഒരു സൈഡിലും പിന്നെ ഫ്രണ്ട് വശം മൊത്തം വാഴയുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, വേനക്ക് വാഴ അതെല്ലാവർക്കും അറിയാലോ, വെള്ളം വറ്റി നിൽക്കണത് കൊണ്ടേ ഒരു കാറ്റ് വന്നു കഴിഞ്ഞാൽ മൊത്തം ഒടിഞ്ഞു പറിഞ്ഞ് വീഴുകയും ചെയ്യും. അപ്പം അങ്ങനെ മണ്ണിൻ്റെ മീതെ എല്ലാം ആയിട്ട് നിൽക്കുക. ഇനിയിപ്പോൾ മഴ പെയ്യാതെ കൊത്തിക്കളച്ച് ശരിയാക്കാൻ പറ്റുമോ ഇല്ലല്ലോ. അപ്പം നമുക്ക് വാഴയില വെട്ടി ഇനി കഴുകാട്ടോ. എല്ലാം കഴുകി വൃത്തിയാക്കി വെക്കാം, എന്നിട്ട് പരിപാടികൾ നോക്കാം. പോകാം എന്നാ, വെയിലത്തുനിന്ന് പോവാം. സാമ്പാർ, മാമ്പഴ പുളിശ്ശേരി, ക്യാബേജ് തോരൻ. ഓണത്തിന് മാമ്പഴ പുളിശ്ശേരി കാണില്ല, കാരണം ആ സമയം മാമ്പഴ സീസൺ കഴിയും. കൂട്ടുകറി, കണ്ണിമാങ്ങ പിക്കിൾ, ഇഞ്ചിക്കറി. അവിടെ വരെ എത്തണില്ലല്ലോ. പിന്നെ പഴം, പപ്പടം ഡപ്പേല്, കാവർത്തത് ശർക്കര വരട്ടി വാങ്ങിയത്, പായസം ഉണ്ടാക്കിയത്, പരിപ്പ് പായസം, ചോറ്. അതിന്റെ കാര്യം ഇതാ, ഇലയുടെ തുമ്പ് അവിടെയാ വരുന്നത്, അവിടെ സ്ഥലവും കുറവാ. ഇവിടെ കൂടുതൽ വിശാലമായിട്ട് വിളമ്പേണ്ട കറികളാണ്.
ഞാൻ ചുറ്റി ശർക്കര മേടിച്ചോളൂ. അത് മതി. ശർക്കര വരട്ടി എനിക്കും വേണമെന്നില്ല. ശർക്കര വരട്ടി കൂട്ടി എങ്ങനെയാണ്? അല്ല, അതൊരു ഇതാണ് കോമ്പിനേഷൻ അല്ലേ? ഇത് മതിയില്ല. ഇതിൻ്റെ ഇല പറഞ്ഞു പോലെ അപ്പോൾ പറഞ്ഞൊരു സ്പൂൺ അവിടെ വെക്കാൻ. എനിക്ക് 2 ശർക്കര വരട്ടി കേട്ടോ. മതി മതി മതി. 2 4 ഇത് മതിയോ? ആ മതി. ചിപ്സ് 2 എടുത്ത് തിരിച്ചു വെച്ചോ. അത് എൻ്റെ ഇലയിലേക്ക് എടുത്തോളാം സമയമാകുമ്പോൾ. പിക്കിളൊക്കെ ഈ ഭാഗത്തല്ലേ? അതെല്ലാം ലെഫ്റ്റ് സൈഡിലാണ്. പിക്കിള, ഇഞ്ചിക്കറി ഒക്കെ ലെഫ്റ്റ് സൈഡിലാണ്. എൻ്റെ അവസാനം വിളമ്പിയാൽ മതി കേട്ടോ. മാങ്ങയുണ്ട്, അത് എൻ്റെ സിറപ്പ് ഗ്രേവി മതിയോ? കാരണം മാങ്ങയൊന്നും മുറിക്കണം. മാങ്ങ മുറിക്കാതെ അപ്പം കഴിക്കില്ല. മാങ്ങയുണ്ട്, ഇല്ലാഞ്ഞിട്ടല്ല. അതൊരു കാര്യം ചെയ്യാം, ഒരു മാങ്ങ അങ്ങ് വെച്ചേക്കാം, കട്ട് ചെയ്തെടുക്കാം. എല്ലാവർക്കും കൂടെ കട്ട് ചെയ്യാം. ഞാൻ കട്ട് ചെയ്യാം. അവള് പറഞ്ഞതാ, ഞാൻ മറന്നുപോയി പണിയുടെ ഇടയ്ക്ക്. ഇനി ഇവിടെയാണോ തോരനൊക്കെ? തോരനും കൂട്ടുകറിയും റൈറ്റ് സൈഡിൽ. ഒരുപാട് റൈറ്റിലേക്ക് പോകണ്ട, ഏകദേശം ഒരു സെന്റർ റൈറ്റ് ആയിട്ട് വേണം. ഇവിടെ ഭംഗിയായിട്ട് കിടക്കണം. വാരി വെതറി അവിടെയായിരുന്നു വെക്കേണ്ടിയിരുന്നെ. കൈ കൊണ്ട് നീക്കാം. പപ്പടം കൊണ്ട് വെക്കാൻ. പപ്പടം ഏത് ഭാഗത്ത് വെക്കണം? ലെഫ്റ്റ് സൈഡിലാണ്. പഴമുണ്ട്, പഴവും വെക്കാനുണ്ട്. ഒരു മിനിറ്റ്. ഇനി നമ്മുടെ പാലക്കാടൻ മട്ട റൈസ് ഇട്ടോ. ചൂട് ചോറ്, നല്ല ചൂടാ. മാമ്പഴ പുളിശ്ശേരിയാണോ സാമ്പാറാണോ? അത് അപ്പയ്ക്ക് ഇഷ്ടമുള്ള അപ്പം എടുത്തോളൂ. ഏതാണെന്ന് പറഞ്ഞാലും ഞാനിടാം. ഒരു പടം എടുക്കട്ടെ കേട്ടോ. സാമ്പാർ അപ്പ ഇപ്പൊ സാമ്പാർ ഫാനായല്ലോ. ഒഴിക്കട്ടെ? ഇതിന്റെ ഒരു ചടങ്ങാണ്, അല്ലെങ്കിൽ ഞാൻ മാമ്പഴ പുളിശ്ശേരിയാണ് എനിക്ക്. രണ്ടാമത്തെ ട്രിപ്പിൽ മാമ്പഴ പുളിശ്ശേരി എടുക്കാം. മതി 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 മതി. അതന്നെ ഇച്ചിരി വെച്ചു. വിഷു സമ്പൽ സമൃദ്ധിയുടെ ഒരു ഓർമ്മയാണ്, പ്രത്യേകിച്ച് ഹിന്ദുസിന്. നമ്മളും ഹിന്ദു സഹോദരന്മാരോടൊപ്പം ചേർന്ന് അതിൽ പങ്കുകൊള്ളുകയാണ്. നമുക്കറിയാം, ഈ ഹിന്ദു ഫാമിലിയിൽ അവിടുത്തെ ഗ്രഹനാഥ രാവിലെ പുലർകാലത്ത് എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായി വന്ന് ഈ കണി കാണാനുള്ള ഐറ്റംസ് എല്ലാം ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ കൊട്ടയിലോ നിരത്തി കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയായിട്ട് കൊണ്ടുവന്ന് കണ്ണടപ്പിച്ച് കണ്ണ് പൊത്തിക്കൊണ്ടാണ് പിള്ളേരുടെയൊക്കെ കൊണ്ടുവരുന്നത്. എന്നിട്ട് അതിൻ്റെ മുമ്പിൽ വന്നാണ് കണ്ണ് തുറക്കുന്നത്. കണ്ണ് തുറക്കുന്ന വഴി അവർ കാണുന്നത് ഇങ്ങനെയുള്ള ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ വസ്തുക്കളാണ് ഈ കൊട്ടയിൽ നിറച്ചിരിക്കുന്നത്. അപ്പോൾ ആ വർഷം മുഴുവനും അവർക്ക് സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരു നാളുകളായിരിക്കുമെന്നാണ് അതിൻ്റെ ഒരു സൂചന. ഹിന്ദുസിനാണ് ഇത്തരത്തിലുള്ള ആചാരങ്ങൾ കൂടുതലുള്ളത് വിഷുവിന്. ഇപ്പോൾ നമ്മൾ മറ്റ് മതത്തിലുള്ളവരും സഹോദരന്മാരും അവരോടൊത്ത് ചേർന്ന് ആ വിഷു ആഘോഷിക്കുകയാണ്, ഒന്നിച്ച് അല്ലേ? അതെ. അപ്പം നമുക്കും ഈ വിഷു സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു കാലമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഹിന്ദു സഹോദരന്മാരോടൊപ്പം നമുക്ക് ആഘോഷിച്ച് ഈ വിഷുവിനെ വരവേൽക്കാം. ഓക്കെ. സമ്പൽ സമൃദ്ധി. എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ ഇന്നലെ സന്ധ്യയായപ്പോൾ പോലും നമ്മുടെ പരിസരത്തെല്ലാം പൂത്തിരി കമ്പിത്തിരി മത്താപ്പൊക്കെ കത്തിക്കുന്ന പിള്ളേരൊക്കെ, പിന്നെ പിള്ളേരൊക്കെ കണിക്കൊന്ന ഇവിടെ വന്ന് ചോദിച്ചു. ഇവിടത്തേൽ പൂത്തില്ല എന്ന് പറഞ്ഞു. വേറെ പൂത്ത വീടുകളിൽ നിന്നൊക്കെ പറിച്ചുകൊണ്ട് പോകണോ. പിന്നെ ഒരു 8 മണി മുതലേ പടക്കങ്ങൾ തുടങ്ങി എല്ലാവരും. അപ്പം അങ്ങനെ നല്ല ഒരു രസകരമായ അനുഭവം. രാത്രിയിലൊക്കെ അമിട്ട് പൊട്ടണൊക്കെ സൗണ്ട് കേട്ടിയാൽ ഉറക്കത്തിൽ. അപ്പം അതെനിക്ക് തോന്നണം അവർ ഈ വിഷു കണി കാണൂലേ, ആ സമയത്തൊക്കെ ആയിരിക്കും അതൊക്കെ പൊട്ടിക്കണത്. എനിക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത്. എങ്ങനെയാണെങ്കിലും ചെറിയ രീതിയിലാണെങ്കിലും എല്ലാ ആഘോഷങ്ങളും നമ്മൾ മിതമായിട്ടൊന്ന് മിതം അല്ല എല്ലാ ആഘോഷവും എന്നല്ല, എല്ലാ ഇങ്ങനെയുള്ള ഓണം, വിഷു, ക്രിസ്മസ്, ഈസ്റ്ററൊക്കെ നമ്മൾ മിതമായിട്ടൊന്ന് ആഘോഷിക്കും അല്ലേ നമ്മുടെ വീട്ടില്. വേറെ പുറത്തേക്കൊന്നും പോണില്ല. നൊയമ്പില്ലെങ്കിൽ നമ്മൾ ഇഫ്താർ പാക്കും മേടിക്കാറുണ്ട്. അതുകൊണ്ടാണ് അതിനല്ലാന്നുണ്ടെങ്കിൽ 2 വർഷം മുമ്പൊക്കെ നമ്മൾ വാങ്ങിയായിരുന്നു. കാഞ്ഞിരമറ്റത്തെ ചക്കരക്കഞ്ഞി നമ്മൾ ഉണ്ടാക്കിയല്ലോ ഒരു പ്രാവശ്യം. പിന്നെ നൊയമ്പ് കാലത്ത് നമുക്ക് സാധിക്കൂല ഈ പറഞ്ഞ പോലെ. അതുകൊണ്ടാണ്. അപ്പം ഇനി നമുക്ക് ഊണ് കഴിക്കാം.
ആദ്യം ഞാൻ മാമ്പഴപ്പുളിശ്ശേരി കൂട്ടിയാണ് കഴിക്കണേ. ഞാൻ സാമ്പാറ. കാരണം എനിക്ക് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടെങ്കിൽ പിന്നെ സാമ്പാറിനെ ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യില്ല. ഇല്ല, അല്ലെങ്കിൽ സാമ്പാർ നിനക്ക് അത്ര ഇതല്ലല്ലോ. വേറെ ഒന്നും ഇല്ലെങ്കിൽ എടുക്കും എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ ഒരു ഇച്ചിരി കൂട്ടുകറി എടുക്കാം. കൂട്ടുകറി അമ്മ ഉണ്ടാക്കുമ്പോൾ മധുരം നന്നായിട്ട് ചേർക്കാൻ ഞാൻ പറയാറില്ലേ, കാരണം മധുരത്തോടുള്ള താല്പര്യം കൊണ്ടാണ്. ഇച്ചിരി ക്യാബേജ് എല്ലാം കൂടെ മിക്സ് ചെയ്യാം നമുക്ക്. ഒരു ഇച്ചിരി ഈ ടെൻഡർ മാംഗോ പിക്കിൾ നല്ലതാട്ടോ. അപ്പം ഇലയിലാണോ പായസം? ബൗളിലാണോ? അപ്പം ബൗളിലേ കഴിക്കുള്ളൂ, ഇലയിൽ കഴിക്കില്ല. ഇതാണ്ടോ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തു. ഇനി അങ്ങ് കഴിക്കാം. പടക്കം പൊട്ടിക്കുന്നത് ആ പാടത്തെ പിള്ളേരാ. എനിക്ക് വെജിറ്റേറിയനോട് വളരെ താല്പര്യം, ഇടയ്ക്കൊക്കെ കഴിക്കാൻ ഇതുപോലെ. കാരണം ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കറികളുണ്ടാവും. അതിൽ പ്രധാന ഈ മധുരമുള്ള കറികളുണ്ടാവും. പൈനാപ്പിൾ പച്ചടി, അതുപോലെ പച്ചടി ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. മുന്തിരിങ്ങയൊക്കെ ഇട്ട് മുന്തിരിങ്ങ, പൈനാപ്പിൾ പച്ചടി നല്ല മധുരമാണ് അത് കഴിക്കാനായിട്ട്. മധുരം ഞാൻ ഒരുപാട് ചേർപ്പിക്കും അമ്മേനെ കൊണ്ട് അല്ലേ. കൂട്ടുകറിക്ക് ഞാൻ പറയും മധുരം പോരാ പോരാന്ന് പറയും. ശർക്കര നന്നായിട്ട് ചേർക്കാൻ പറയും. തെളിച്ച് കിടക്കണ്ട. അതെ, കിളികൾക്ക് നമ്മൾ വിഷുഭക്ഷണം കൊടുത്തില്ലല്ലോ. അവർക്ക് ഇഷ്ടം പോലെ തന്നെ പ്രകൃതിയിലുണ്ട്. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ നട്ട പഴങ്ങൾ മുഴുവൻ അവരെ തിന്നണേ. ഇന്ന് ആ ചക്ക മുഴുവൻ ഇരുന്ന് അന്നാ തിന്നുണ്ട്. അവിടെ ഒരു ചക്ക വീണു നിലത്ത, അത് മുഴുവൻ ഇരുന്ന് അണ്ണാൻ തിന്നുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, അവര് സ്വയം എടുക്കാറാ പതിവ്. അവർക്കും ഇഷ്ടം പോലെ ഇഷ്ടം പോലെയാ. നമുക്കൊന്നും കിട്ടാറില്ലെന്നേ ഉള്ളൂ. പപ്പടം, പഴം, പായസം. എനിക്ക് പഴം വേണ്ട, പപ്പടവും പായസവും മതി. അപ്പയ്ക്ക് ബൗളില് പായസം തന്നെ മതി. അപ്പയ്ക്ക് പപ്പടവും വേണ്ട, പഴവും വേണ്ട, ഓൺലി പായസം. 3 പേരും 3 ഇഷ്ടങ്ങളുടെ പിന്നാലെ. അതെ അതെ അതെ. അങ്ങനെ ഒരു വിഷു കൂടി വരവായില്ലേ. 2026 വിഷു. എല്ലാ ആഘോഷങ്ങളും വരുന്നതിന് മുമ്പ് ഭയങ്കര ത്രില്ലിംഗ് ആയിരിക്കും നമ്മള്, ഒരുക്കങ്ങളൊക്കെ ആയിട്ട്. ഓണമൊക്കെ എത്തുന്നതിന് മുമ്പ് എന്നാ ഡ്രസ്സ് തയ്പ്പിക്കാൻ പോലെ, ഡ്രസ്സ് എടുക്കാൻ പോലെ, പിന്നെ ഓരോ കാര്യങ്ങൾ ഒരുക്കുന്നതിന്റെ തിരക്ക്, ഓരോന്ന് പ്ലാൻ ചെയ്യുന്നതിന്റെ തിരക്ക്. പക്ഷെ ഓണത്തിന്റെ അതേ കഴിയുന്നതോടുകൂടി എല്ലാം അവസാനിക്കുന്നു. ആഘോഷങ്ങൾ വരുന്നതിന് മുമ്പാണ് രസം. വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു മൂകതയാണ്. അലയൊലികൾ അവസാനിച്ചു. പിന്നെ അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിക്കും. അതെ, ഇനിയിപ്പോ ഉടനെ ഉള്ള ആഘോഷങ്ങളൊക്കെ തീർന്നു. ഇല്ല, ഇനിയിപ്പോ കർക്കിടകം വരാറായി. ഇനി ഒരു ഗ്യാപ്പ് ഉണ്ട് ഓണത്തിന് വരെയുള്ള ഗ്യാപ്പുണ്ട്. കർക്കിടകമൊക്കെ കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പം ഇപ്പൊ മേടം ഒന്നായോളൂ കർക്കിടകം. ഇടവം, മിഥുനം 2 മാസവും കൂടെ കിടക്കണം. മേടം ഒന്ന് കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ ചൂടൊന്ന് കുറഞ്ഞേനെ. അയ്യോ, അത് ശരിയാ. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇത്രയൊക്കെ ഇത് ഉണ്ടായിട്ടാ ചൂടല്ലേ. അതെ അതെ. പക്ഷെ സിറ്റിനേക്കാളും ഇവിടെ ചൂട് വളരെ കുറവാണ്. അതായിരിക്കുമല്ലോ, സിറ്റിയിൽ ഭയങ്കര ചൂടാ. കാരണം ഈ മരങ്ങളും ഇതൊക്കെ നിൽക്കുന്നോണ്ട് നമുക്ക്. ഓണത്തിന് പിന്നെ നമുക്ക് ഇത്രയും ടയറിങ് ആവൂല, ചൂട് ഇത്ര ഉണ്ടാവൂല. ചൂടില്ല ശരിക്കും. ഇപ്പൊ നമ്മൾ കിച്ചണിലൊക്കെ നിൽക്കുമ്പോ പുഴുങ്ങിയ പോലെയല്ലേ. അതുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ഉണ്ടാക്കാനൊന്നും പറ്റണില്ല, അറേഞ്ച് ചെയ്യാൻ പറ്റണില്ല. 9 മണിയായി ആവിയായി. ഓരോരോ അവസ്ഥ, കാലഘട്ടങ്ങൾ കടന്നു പോണല്ലോ. അപ്പയുടെ ഫേവറേറ്റ് ആണ് പരിപ്പ് പായസം. ഒത്തിട്ടുണ്ടെന്നൊക്കെ അപ്പയോട് ചോദിച്ചു. അപ്പം അഭിപ്രായം പറയും. അമ്മച്ചി പരിപ്പ് പായസത്തിൻ്റെ എക്സ്പേർട്ടാണ്. ആണോ? അതിനെപ്പറ്റി എനിക്ക് വലിയ ഓർമ്മയില്ല. എങ്ങനെയുണ്ട് പരിപ്പ് പായസം? ഞാൻ അത്ര പരിപ്പ് പായസത്തിൻ്റെ ആരാധികയല്ല.
എനിക്ക് പാലുള്ള പായസങ്ങളാണ് ഏറ്റവും ഇഷ്ടം. അതിൽ ഒന്നാമത്തത് പാലട, പിന്നെ സേമിയ. കാരണം എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചേക്കണ സേമിയ. അമ്മ സ്ഥിരം ഉണ്ടാക്കണ സേമിയായിരുന്നു. അപ്പം ചെറുപ്പത്തിലെ രുചിയാണല്ലോ നമുക്ക് ഇഷ്ടപ്പെടുക. ഒരു സ്പൂൺ ഒഴിച്ചാൽ മതിയേ. ആ ഒഴിച്ചോ. പറയണേനൊരു കുഴപ്പമില്ല. ഒരു ഇച്ചിരി കൂടി ഒഴിച്ചോ. ഹാഫ് സ്പൂൺ, ഹാഫ് മതി കേട്ടോ. പഴം ചേർക്കുമ്പോൾ കണ്ടമാനായി പോവല്ലെങ്കിൽ. ആ മതി 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 മതി, ധാരാളം മതി. ഇനി വേണമെങ്കിൽ എടുക്കാലോ. ഞാൻ ഹാഫ് പഴം എടുത്തോളൂ, കാരണം ഇത് കണ്ടമാനം അധികമായി പോകും. നോക്കാം നമുക്ക് പഴത്തിൻ്റെ കുറവുണ്ടെങ്കിൽ. ചോറ് അതുകൊണ്ട് ഇച്ചിരി അല്ല ഞാൻ കഴിച്ചോളൂ. ഹാഫ് പഴം മതിയാവും, പായസം അത്രയല്ലേ ഉള്ളൂ. ഞാനിപ്പോഴല്ല പഴം കൂടെ. എന്ത് പഴമാണേലും ശരി. നിങ്ങൾ ഇങ്ങനെ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയണേ. പഴം ചേർക്കുന്ന ഇഷ്ടമല്ല, പപ്പടം പായസം. നല്ല രസമാണ് പപ്പടം പഴം പായസം. അതാണ് അതിൻ്റെ യഥാർത്ഥ കോമ്പിനേഷൻ. ഞാൻ വളരെ ലേറ്റായിട്ട് റിയലൈസ് ചെയ്ത ഒരു കോമ്പിനേഷനാണത്. എപ്പോഴും ഇവളോട് പറയും പപ്പടം ചേർക്കണമെന്ന് കൂടെ ഞെരിക്കാൻ പറയുമ്പോൾ ഒരിക്കലും ഇവള് ചെയ്യില്ല. പിന്നെ ഇത് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം പപ്പടം പഴം പായസം തന്നെ ഞാൻ കഴിക്കാറുള്ളൂ. വളരെ ഇഷ്ടമാണ്. ട്രിവാൻഡ്രം സൈഡിലേക്കാണ് ബോളി. കേട്ടിട്ടുണ്ട്. നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ മേടിച്ചോണ്ട് ടേസ്റ്റ് ചെയ്യാൻ നമ്മളത് ശീലിക്കാത്തോണ്ട് നമുക്ക് അത്രയും ഇൻട്രസ്റ്റ് ഇല്ല. കുഴപ്പമില്ല, പക്ഷെ ശീലിച്ചിട്ടില്ലല്ലോ. ഇനി നമുക്ക് പപ്പടം വെക്കാം. അതിൻ്റെ കൂടെ അത് ഞെരിക്കണ സൗണ്ട് കേൾക്കണം. ഇത് ഇങ്ങനെ. ഇതിലാണ് എല്ലാം. പുട്ടും കടലയും. അപ്പൊ കപ്പിലാട്ടോ പൊടിച്ചത്, നിങ്ങളിപ്പോ കണ്ടു കാണും. കപ്പില് പൊടിച്ചോ? പൊടിച്ചൊന്നുമില്ല. പൊടിച്ചെന്ന് ഞാൻ പറഞ്ഞില്ല, കപ്പിലാ കുടിച്ചേ. ഇനി എല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ചെയ്യണം. അതാണ് അതിന്റെ ഹൈലൈറ്റ്. ഇച്ചിരി പാടാ, പക്ഷെ നിങ്ങളെ കാണിക്കണമല്ലോ, എന്നാലല്ലേ നിങ്ങൾക്ക് കൊതി വരുള്ളൂ. കുറെ പേര് സേമിയാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടോ. എൻ്റെ പ്രിയപ്പെട്ട പായസമാണ് സേമിയ. ഈ പപ്പടം പഴം പായസം ഏറ്റവും കൂടുതൽ നല്ല കോമ്പിനേഷൻ ആവുന്നത് ശർക്കര പായസത്തിലൂടെയാണ്. പാലിൻ്റെ കൂടെ അത്രയും പോരാ. കണ്ടോ? അപ്പം നല്ല രസമായി. ഇനി നമ്മൾ ഒരു ഇച്ചിരി കോരി അങ്ങ് എടുക്കുക. അടിപൊളിയാണ് മോനെ. പരിപ്പ് ആയതുകൊണ്ട് ഇച്ചിരി ഹെവി ആണെന്ന് മാത്രമേ ഉള്ളൂ. പരിപ്പ് ഹെവിയാ. എനിക്കിങ്ങനെ വയറ് ഹെവി ആയിട്ടിരിക്കുന്ന ഒട്ടും ഇഷ്ടമല്ല. വയറ് എപ്പോഴും ലൈറ്റ് ആയിട്ടിരിക്കുന്നത്, അതാണ് എനിക്കിഷ്ടം. ആ ഒരു അതൃപ്തി മാത്രമേ എനിക്ക് പരിപ്പിനോടുള്ളൂ. എനിക്ക് പരിപ്പും ഗോതമ്പുമാണ് ഇഷ്ടം. സേമിയ അത്ര ഇഷ്ടമൊന്നുമില്ല. പിന്നെ ഉണ്ടാക്കാൻ എളുപ്പം സേമിയ. എല്ലാവരും എൻജോയ് ചെയ്യാം. അപ്പോൾ ഒരിക്കൽ കൂടി ഹാപ്പി വിഷു. ഹാപ്പി വിഷു. വിഷു ആശംസകൾ. അതെ.